ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, യെസ്, അങ്ങനെ കാത്തിരിക്കുന്ന നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ ഡേറ്റ് ഏകദേശം കൺഫേം ചെയ്തിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് പ്രകാരം ഒരുപാട് വിദ്യാഭ്യാസ വാർത്താ ചാനലുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല, എനിക്കിവിടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം നാളെ ഇത് വ്യാജ വാർത്ത എന്ന് ആരും പറയരുത്. ജൂലൈയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് സ്കൂൾ വാർത്താ ചാനൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് വളരെ നേരത്തെ, അതും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡേറ്റ്. യെസ്, ദ ഡേറ്റ് ഈസ് June 3. അതായത് ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളുടെ +1 റിസൾട്ട് ജൂൺ മാസം 3-ാം തീയതി പ്രഖ്യാപിക്കും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 3-ാം തീയതി നിങ്ങൾ സ്കൂളിലാണ്. അന്ന് റെഡ് അലേർട്ടോ യെല്ലോ അലേർട്ടോ ഒന്നും ഇല്ലെങ്കിൽ, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ മെജോറിറ്റി ജില്ലകളിലും സ്കൂളുകൾ പ്രവർത്തിക്കും. ആ ജൂൺ 3-ാം തീയതി രാവിലെ 11 മണിക്കൊക്കെ ആയിരിക്കും പൊതുവെ നിങ്ങളുടെ റിസൾട്ട് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ നിങ്ങൾ ഒരു ക്ലാസ് റൂമിലിരുന്ന് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വന്ന് വിളിച്ചു പറയും, മക്കളെ വന്നിട്ടുണ്ട് നിങ്ങളുടെ +1 റിസൾട്ട്. നിങ്ങൾ എന്ത് ചെയ്തോ, ഇൻ്റർവെല്ലിൽ 11 മണിയുടെ ബ്രേക്കിന് ചെന്നിട്ട് നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് നോക്കിക്കോ എന്ന് പറയും. അങ്ങനെ നേരെ ചെല്ലുന്നു, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട്, ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ റിസൾട്ട് കാണുന്നു. തുറന്നു വരുന്നു, പൊട്ടി 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 പൊട്ടി. അങ്ങനെയല്ല കേട്ടോ, +1 പൊട്ടൂല, +2 പൊട്ടുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, ഒരു കൊല്ലം കൂടി പൊട്ടാതിരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്നിരുന്നാലും ശരി, +1 വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് വന്ന വാർത്തകൾ പ്രകാരം എഴുതിയവർക്ക് മാർക്കുണ്ട്, എഴുതാത്തവർക്ക് ഒരു മാർക്കുമില്ല. ഇത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി. അതുകൊണ്ട് അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി എന്നതുകൊണ്ട് എന്തിലേക്ക് എത്തൂല, ഉത്തരത്തിലേക്ക് എത്തുന്നില്ലല്ലോ. ഉത്തരത്തിലെത്തിയവർക്ക് കൃത്യമായ മാർക്കുണ്ട്, എത്താവർക്ക് അതിൻ്റേതായ കുറവുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. വാല്യുവേഷൻ എന്തുമാകട്ടെ, റിസൾട്ടിലാണ് കാര്യം. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണെങ്കിലും നിങ്ങളത് എന്ത് ചെയ്യണം, ഇതെൻ്റെ സ്വന്തം റിസൾട്ടാണ്, ഇതിന് മറ്റാർക്കും അവകാശികളില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഇപ്പം തന്നെ ഒരു ഷഹാദത്ത് കലീം ഉറപ്പിച്ച്, അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലുക. ഓക്കെ, സോ ജൂൺ 3-ാം തീയതി +1 വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കും. ജൂൺ 3-ാം തീയതി +2 വിദ്യാർത്ഥികളുടെ +1 റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.